ബഹുമാന്യരായ സദസ്സിനും കൃഷ്ണഭക്തർക്കും ശ്രീമതി ശില്പ ടീച്ചറിനും ടീച്ചറുടെ എല്ലാ ശിഷ്യർക്കും അവരുടെ രക്ഷിതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏറെ സന്തോഷമുണ്ട് ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഇത്തരത്തിലൊരു ചടങ്ങിന് ഭാഗമാവാൻ സാധിച്ചതിൽ. കാരണം ശില്പ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം സൗദിയിലാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് ദൂരെ ജീവിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സംസ്കാരം, ഭാരതീയ സംസ്കാരം, അതിലൂന്നിക്കിടക്കുന്ന നൃത്തകല എന്ന് പറയുന്നത് അവിടെ ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ തന്നെ കഷ്ടമാണ്. അപ്പോൾ അവിടെ ഉള്ളവരുടെ കാര്യം നന്നായിട്ടറിയാം. ഞാൻ ടീച്ചറോട് സംസാരിക്കുകയായിരുന്നു. ഒരു 2 മാസം മുമ്പാണ് ഞാൻ അടുത്തറിയുന്നതും പരിചയപ്പെടുന്നതും. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന ഓരോ മക്കളെയും ടീച്ചർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. സാധാരണയായിട്ട് കണ്ടുവരാറ് ഒരു കുട്ടി പഠിച്ച് ജോയിൻ ചെയ്താൽ ഒരു 3-4 മാസം, ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും വേദിയിൽ ഒരു അരങ്ങേറ്റം എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. പക്ഷേ ഞാൻ എടുത്തു ചോദിച്ചിരുന്നു, എത്ര നാളായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇവരെന്ന്. പറഞ്ഞു കൃത്യമായിട്ട് 4 വർഷമായി എന്ന്. അത് തന്നെയാണ് ശില്പ ടീച്ചറിൻ്റെ കലയോടുള്ള ഡെഡിക്കേഷൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം വെറുതെ തട്ടിക്കൂട്ടി എന്തൊക്കെയോ പഠിപ്പിച്ചിട്ടല്ല, വളരെ കൃത്യമായ രീതിയിൽ ഗുരു റിഗാറ്റ ടീച്ചറുടെ സ്റ്റുഡൻ്റാണ് ശില്പ ടീച്ചർ. ടീച്ചർ പറഞ്ഞു കൊടുത്ത അറിവും ആ ഒരു പാരമ്പര്യവും എല്ലാം നിലനിർത്തിക്കൊണ്ട് അവിടെ ജീവിക്കുന്ന എല്ലാ മക്കൾക്കും ഒരു മാതൃകയായിട്ട് തുടർന്നു പോകുന്നു എന്നറിഞ്ഞതിൽ ഒരു എളിയ കലാകാരി എന്നുള്ള നിലയ്ക്ക് എൻ്റെ സന്തോഷം, എൻ്റെ സ്നേഹം, എൻ്റെ നിറഞ്ഞ ബഹുമാനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ഒപ്പം ടീച്ചറിന് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ടീച്ചറിൻ്റെ നല്ല പാതി ശ്രീ നൈസിൽ ജി. ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. കൂടെ എന്നും തുണയായി, എന്നും അനുഗ്രഹമായി ഇതുപോലെ ഉണ്ടാവാൻ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളോടായിട്ട് 2 വാക്ക്. നിങ്ങളിപ്പോൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചില്ലറ കാര്യമല്ല. 5ാമത്തെ വേദമായിട്ടുള്ള നാട്യവേദമാണ് നിങ്ങൾ അഭ്യസിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഒരു വേദ പഠനമാണ് നിങ്ങൾക്കെല്ലാവർക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. സോ യു ആർ റിയലി ബ്ലെസ്ഡ് to learn this amazing art form, and through that you are being a cultural ambassador of Indian culture. So I am really proud of that. നിങ്ങൾ എല്ലാവരും ഈ കല അഭ്യസിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സ്നേഹം. ഇന്ന് ഇതൊരു തുടക്കം മാത്രമാണ്. This is just a beginning. I really wish to see you all as beautiful and amazing dancers in the coming years. And more than that, നമ്മളെ നാട്യം പഠിപ്പിക്കുന്ന ഒന്നുണ്ട്. എത്രയൊക്കെ കല നമ്മൾ പരിചയിച്ചാലും, എത്രയൊക്കെ നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്താലും നല്ലൊരു മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് ഈ കലയിലൂടെ നമ്മളെല്ലാവരും അഭ്യസിക്കുന്നത്. അത്തരത്തിൽ സമൂഹത്തിന് സത്കർമ്മം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മനുഷ്യനായി ജീവിക്കാനും അത്തരത്തിൽ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഐ സിൻസിയർലി വിഷ് യു ഓൾ ഗ്രേറ്റ് ഗുഡ് തിങ്സ് ഇൻ യുവർ ലൈഫ് ത്രൂ ദ ഡാൻസ്, ത്രൂ ദ നാട്യവേദ which is given by Lord Brahma through Bharata. And so proud of you all. ഈ ഒരു തുടക്കത്തിൽ നിന്ന് ഒരുപാട് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഔദ്യോഗികമായി ഇത്തരത്തിലൊരു ചടങ്ങ് ഒരു നർത്തകി എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചു. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം.
എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നു. താങ്ക് യു സോ മച്ച്.